നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ അച്ഛൻ കോവിലിലെ ആദിവാസി ഊരുകൾ. കുടിവെള്ളവും വെളിച്ചവും ഇല്ല. കാട്ടുമൃഗപ്രീതിയും അവസാനിക്കുന്നില്ല. തെരുവ് വിളക്കിൽ പ്രകാശിക്കുന്നില്ല. കോൺഗ്രസ് പഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രതിഷേധം. ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിലായിരുന്നു പ്രതിഷേധം. കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയെ ജനറൽ ആശുപത്രിയായി ഉയർത്തണമെന്ന് ആവശ്യം. സബ്മിഷനുമായി CR മഹേഷ് MLA. ഉന്നതതല യോഗം വിളിക്കുമെന്ന് മന്ത്രി K മുരളീധരൻ. കേരള NGO സംഘ് കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. ക്ഷാമബത്ത കുടിശ്ശിക നൽകുക, ലീവ് സറണ്ടർ പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. വിശദമായ വാർത്തകളിലേക്ക്. അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാതെ അച്ഛൻ കോവിലിലെ ആദിവാസി ഊരുകൾ. കുടിവെള്ളവും വെളിച്ചവും ഇല്ലാതെയാണ് ഊരുകളിൽ ഉള്ളവർ കഴിയുന്നത്. കാട്ടുമൃഗങ്ങളുടെ ആക്രമണ ഭീതിയിലാണ് ഇവിടെയുള്ളവർ. അപ്പൊ എന്നെ കൊന്ന പിന്നെ അവരെന്തെങ്കിലും ചെയ്തു തരത്തുള്ളൂ. അതേ ഞാൻ പറയത്തുള്ളൂ, വേറെ ഒന്നും പറയാനില്ല എനിക്ക്. നോക്കത്തും കേൾക്കത്തും അങ്ങനെയുള്ള ഇതേ ആയില്ല. എനിക്ക് പറയുമ്പോ തന്നെ വിഷമം വരും. എന്തേലും സംസാരിച്ച് എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല. അത് ഡോക്ടറും പറയും, പരിശോധിച്ച് നോക്കിയിട്ടാ പറഞ്ഞു. നാട്ടെ വെള്ളത്തിന് പോകുന്ന തോട്ടില്ല, പൈപ്പ് ഇത് അടച്ചിട്ടോണ്ട് ഭയങ്കര പാടാ. അങ്ങനെ പൈസ ഇല്ലാത്തോണ്ട് പൈപ്പ് അടയ്ക്കുന്നില്ല. പൈസ കൊടുത്താലേ അവര് പൈപ്പ് തുറന്നു തരും. അച്ഛൻ കോവിൽ ആദിവാസി ഉന്നതിയിലാണ് അടിസ്ഥാന സൗകര്യങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടുള്ളത്. ഇവിടുത്തെ കുടുംബങ്ങൾ കടുത്ത ദുരിതത്തിലാണ്. കുടിവെള്ളമില്ലാതെയും തലചായ്ക്കാൻ സുരക്ഷിതമായ ഇടമില്ലാതെയും കാട്ടുമൃഗങ്ങളുടെ ആക്രമണ ഭീതിയിലുമാണ് ഇവിടുത്തെ മനുഷ്യർ ദിവസങ്ങൾ തള്ളി നീക്കുന്നത്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഊരുകളിലെ കുടിവെള്ള വിതരണം പൂർണ്ണമായും തടസ്സപ്പെട്ടിട്ടുണ്ട്. മിക്ക വീടുകളിലെയും വാട്ടർ ടാപ്പുകൾ ഉദ്യോഗസ്ഥർ ഊരിക്കൊണ്ടുപോയി. കഴിഞ്ഞ ഒരു വർഷമായി 5 അംഗ കുടുംബങ്ങൾ വരെ കുടിവെള്ളത്തിനും മറ്റാവശ്യങ്ങൾക്കുമായി കിലോമീറ്ററുകൾ അകലെയുള്ള തോട്ടിലെ വെള്ളത്തെയാണ് ആശ്രയിക്കുന്നത്. കടുത്ത വേനലിലും മഴക്കാലത്തും തോട്ടിൽ പോയി വെള്ളം ചുമക്കേണ്ടി വരുന്ന ദുരവസ്ഥയിലാണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ. പൈപ്പ് മോട്ടർ ഓണാക്കാൻ ആൾക്ക് പൈസ കൊടുക്കണം, മാസം പൈസ കൊടുക്കണം ഉള്ളത് കൊണ്ടാണ് അവർ വന്ന് പൈപ്പ് കട്ടാക്കിയിട്ടത്. പൈപ്പ് കട്ടാക്കിയിട്ടതിന് പിന്നീട് ഞാൻ ഇപ്പം തോട്ടിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത്. ഒരു കലത്തിനകത്താണ് ഞാൻ വെള്ളം കൊണ്ടുവന്ന് പിള്ളേർക്ക് കഞ്ഞി വെച്ച് കൊടുക്കുന്നത്. കുളിക്കുന്നതും എല്ലാം വീട് വരെ കഴുകണമെങ്കിൽ അവിടെ നിന്ന് കോരിക്കൊണ്ട് ചുമന്നു കൊണ്ടുവേണം വീട് കഴുകി ഇറക്കാനും തൂത്തുവാരി ഇടാനും എല്ലാം തോട്ടിലെ വെള്ളമാണ് ഞങ്ങൾ കുടിക്കുന്നതും. ഞങ്ങൾക്ക് ഇവിടെ പൊതുവെ കുടിക്കാൻ വെള്ളമില്ല. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കായാലും കുളിക്കാനോ കുടിക്കാനോ പട്ടിണിക്കാണ് ഇവിടെ നിന്ന് പോകുന്നത്. വെള്ളമില്ല, ഒരു തുണി കഴുകാനോ ഒന്നും, ഒരു ബാത്റൂമിൽ പോലും പോകാൻ വെള്ളമില്ല. അത് തോട്ടിൽ ആളഞ്ചോണ്ണിലോ അച്ചൻകോലാറ്റിലോ പോയി തുണി കഴുകിക്കൊണ്ട് വരും. അത് ആണുങ്ങളില്ലാതെ പോകാനും പേടിയാണ്. രാവിലെ ആന കിടന്ന് വിളിക്കുന്നു. എല്ലാം ബുദ്ധിമുട്ടാണ്. കാര്യം ഡെയിലി സ്കൂളിൽ പോയില്ലെങ്കിൽ അതിനും വരാതെ അവരുടെ അടുത്ത് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞാൽ അവർ കേൾക്കത്തില്ല. തിരുവനന്തപുരത്ത് ആശുപത്രി പോയിട്ട് ഗുളികമായിട്ടുണ്ടെന്നോ കഴിച്ചോണ്ടിരിക്കുക. ഇവിടുത്തെ അറിയാം. ഇപ്പോഴത്തെ മെമ്പർ പറഞ്ഞത് ടാങ്ക് കൊണ്ടുവയ്ക്കാം, വെള്ളം അടിക്കാം എന്നൊക്കെ പറഞ്ഞതാണ്. ഒന്നും ഒരു ഇതുമില്ല. കാര്യം നമ്മൾ ബുദ്ധിമുട്ടായിട്ട് വോട്ടിന് വേണ്ടി കിണർ കുഴിച്ചു തരാൻ പറഞ്ഞാൽ കിണറും കുഴിച്ചു തരത്തില്ല. ഈ ഭാഗത്ത് ഒരു കിണറുണ്ടെങ്കിൽ കിണറുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെങ്കിലും നമുക്ക് വീടുകളുടെ അറ്റകുറ്റപ്പണികൾക്കായി അനുവദിക്കേണ്ട തുക സമയബന്ധിതമായി ലഭിക്കുന്നില്ല. വീടുകൾ പൂർണ്ണമായും ചോർന്നൊലിക്കുന്നു. മഴ പെയ്താൽ വീടിനുള്ളിൽ പോലും കിടക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. ഇവിടെ 10 വർഷമായി ഞാനിപ്പോൾ കോളനിയിൽ ജീവിക്കുന്നത്. ഈ 10 വർഷത്തിന് മുന്നേ എന്നോട് കെട്ടിക്കൊണ്ടുവന്നതാ. എനിക്ക് 2 കുട്ടികളുണ്ട്. 10 വർഷം കൊണ്ട് ഇവിടെ താമസിക്കുന്നത്. ഇതുവരെയായിട്ട് എനിക്കൊരു ആധാറോ ഐഡന്റിറ്റി കാർഡോ വീടോ റേഷൻ കാർഡോ ഇതുവരെ എനിക്ക് ആലോചിച്ചില്ല. ഞാൻ ഇത്ര വർഷമായിട്ട് താമസിക്കുന്ന ഈ ഷെഡിലാണ് താമസിക്കുന്നത്. ഞാനും എൻ്റെ ഭർത്താവും താമസിക്കുന്ന ഈ വീട്ടിലാണ്. ഈ ഷെഡ് മാത്രമേ ഉള്ളൂ. ഈ ഷെഡിലാണ് ഞങ്ങൾ താമസിക്കുന്നത് ഇത്ര വർഷമായിട്ട്.
ഈ 10 വർഷമായിട്ട് ഇതുവരെ ഒരു വീടോ വീടിൻ്റെ ഒരു ഒന്നും ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് ആധാറില്ല, റേഷൻ കാർഡില്ല, ഐഡൻറ്റി കാർഡില്ല, ഒരു വക എനിക്ക് ഇതുവരെ പഞ്ചായത്തിൽ നിന്ന് ഒരു സഹായം എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. മഴ പെയ്താലും ഷെഡ് ഫുള്ള് നനയുക. ഈ നനയുന്ന ഷെഡിലാണ് ഞാനും എൻ്റെ ഹസ്ബൻഡും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആഹാരം വെച്ച് കഴിക്കുന്നതായാലും എന്തായാലും ഞാൻ ഈ ഷെഡിലാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഡ്രൈവറിൻ്റെ ഇതിലാണ് വീട് കിട്ടിയത്. അതിനുശേഷം പിന്നെ മെയിൻ്റനൻസ് ലൈഫ് പദ്ധതി എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അവർ വന്ന് ചെയ്തതാണ്. തറയും ഇതൊക്കെ ഇട്ട് അതിനകത്ത് ഇപ്പം കിടക്കാനൊക്കാത്തൊരു കണ്ടീഷനാണ്. പ്രത്യേകിച്ച് എല്ലാ റൂമുകളും ചോർന്ന് ഇരിക്കുക. കുടുംബങ്ങൾ രാത്രികളിൽ ഉറങ്ങാൻ പോലും ഇടമില്ലാതെ ഭീതിയോടെ കഴിയുന്നു. വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുന്നെന്ന് സർക്കാർ അവകാശപ്പെടുമ്പോഴും ഇവിടുത്തെ കുട്ടികളുടെ പഠനം ഇരുട്ടിലാണ്. ആധാറില്ല, അതേ ഉള്ളു. ആധാറിന് അപേക്ഷിച്ചാലും എത്ര അപേക്ഷിച്ചാലും കിട്ടത്തില്ല. ആധാർ അമ്മ മരിച്ചു, രണ്ടുപേരുണ്ട്, രണ്ടമ്മ മരിച്ചു, അച്ഛൻ മാത്രമേ ഉള്ളൂ. ആ അച്ഛൻ ജോലിക്ക് പോകുന്നു. അവക്കും ഓരോ കാര്യങ്ങളൊക്കെ ഇനി മേളി പഠിക്കാൻ പോകുമ്പോ ഓരോ കാര്യങ്ങളും പൈസയൊക്കെ കൊടുക്കേണ്ടത്. ഇപ്പൊ തന്നെ പൈസ 500 വെച്ചോ കൊടുക്കണം എന്ന് പറയുന്നിട്ട് പുസ്തകത്തിന് ബുക്കിനൊക്കെ. അങ്ങനെ അച്ഛനോട് വിളിച്ചു പറഞ്ഞ അച്ഛൻ 1000 രൂപ ഇട്ട്. അങ്ങനെ അതുകൊണ്ട് അവള് പോയെ സ്കൂളിൽ. വീണ്ടും പൈസ വെച്ചാൽ അവള് പഠിക്കുന്നില്ലെന്ന് അവള് പറയുന്നത്. വീടുകളിൽ വൈദ്യുതി ഇല്ലാതെ പ്രതിസന്ധി നിലനിൽക്കുന്നു. പല കാരണങ്ങൾ പറഞ്ഞ് KSEB ഉദ്യോഗസ്ഥരെത്തി മീറ്ററുകൾ വരെ അരിച്ചു മാറ്റിക്കൊണ്ടുപോകുന്നു. പണിക്ക് അപ്പോൾ മാസം ഇത് ശമ്പളം കിട്ടത്തില്ല ചില മാസങ്ങളിൽ. അപ്പം അങ്ങനെ ആയപ്പോൾ ഒരു മാസം എങ്ങാണ്ട് ഇത് അടയ്ക്കാതെ മുടങ്ങി. അതിൻ്റെ പേര് ഇത് മീറ്റർ ഊരിക്കൊണ്ട് പോയതാ. ഇതുവരെ തിരിച്ചു കൊണ്ടുവച്ചില്ല. അത് ഒത്തിരി പ്രാവശ്യം ചോദിച്ചായിരുന്നു. അവരത് ഇതൊക്കെ പറയുന്നു. കറണ്ടില്ല നിൽക്കുമോ? മണ്ണെണ്ണയൊന്നുമില്ല. പിന്നെ വെട്ടത്തിന് എന്താ ടോർച്ച് ഒന്നുമില്ല, മെഴുകുതിരിയോ ലൈറ്റോ ഒക്കെ ഉള്ളൂ. അത്രേ ഉള്ളൂ നമ്മുടെ ലൈറ്റ്. ഇത്തരം ദുരിതങ്ങൾക്ക് പുറമെ കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ശല്യവും രൂക്ഷമാണ്. ഊരുകളിൽ ചെയ്യുന്ന കൃഷികളെല്ലാം കാട്ടാനക്കൂട്ടം വ്യാപകമായി നശിപ്പിക്കുന്നു. കൃഷിനാശത്തിന് നഷ്ടപരിഹാരം ലഭിക്കാറുമില്ല. എന്റെ കോലഞ്ചിയെല്ലാം തിന്നു. വലിയ തെങ്ങിന് ഒരു ഇടിയും ഇടിച്ചു. ഇങ്ങാക്കരയിലുള്ള കൊച്ചു തെങ്ങിന്റെ ഒരു ഓല ഒടിച്ചു. അപ്പൊ ഇനി മനുഷ്യനെ കൊന്നാ പിന്നെയാണ് ഇതിനകത്ത് ഇട്ടതായിരുന്നേ. കൊന്നിട്ടാണെങ്കിൽ അത് ചെയ്യുന്നതിന് കുഴപ്പമില്ല. മോനം കണ്ട ശ്രീരാജുവിനോട് പറഞ്ഞു. ശ്രീരാജു വന്ന് നോക്കി എന്നുള്ള അറിവുണ്ട്. കോലിഞ്ചിയുണ്ട്, തെങ്ങും തൈയുണ്ട്, 10-15 തെങ്ങും തൈ നിൽപ്പുണ്ട്. അതെല്ലാം കൂടെ ഒരു മൂടിൻ്റെ ഒരു ഓല മതിലിൻ്റെ അക്കരെ നിന്നു പിടിച്ച് ഒടിച്ചു. കിടങ്ങില്ല. 3 ഇടത്ത് ആന ഇറങ്ങുന്നത്, സ്ഥിരം ഇറങ്ങുന്നതാണ്. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു അവിടെ, വേറെ ആരുമേ ഇല്ല. എൻ്റെ മൂപ്പിലാന് മരിച്ചിട്ട് 5-5.5 മാസം ആവുന്നു. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നു തടയാൻ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും ഉണ്ടാകുന്നുമില്ല. ന്യൂസ് ബ്യൂറോ, അച്ചൻകോവിൽ. കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് അപകടം. സ്കൂട്ടർ യാത്രികന് പരിക്കേറ്റു. അഞ്ചലിലായിരുന്നു അപകടം. അഞ്ചലിലാണ് കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. സ്കൂട്ടർ യാത്രികനായ അഞ്ചൽ സ്വദേശി അഭിറാമിന് പരിക്കേറ്റു. കഴിഞ്ഞ രാത്രിയായിരുന്നു അപകടം. അപകടത്തിൽ സ്കൂട്ടർ പൂർണ്ണമായും കാറിന്റെ മുൻവശം ഭാഗികമായും തകർന്നു. ഞങ്ങൾ കഴിഞ്ഞ ശേഷം എനിക്ക് തീർച്ചയായിട്ടും ഈ സൗണ്ട് കേട്ടുകൊണ്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ഇത്രയായി. പയ്യൻ പോയി അവിടെ ഇവിടുന്ന് ഒരു 10-15 പേർക്ക് കേട്ടു. റോഡ് സൈഡിൽ ഈ സൈഡിൽ കൂടെ വന്ന വണ്ടി പക്ഷേ അപ്പുറത്ത് നിന്ന് വണ്ടിനെ പിടിച്ചിട്ട് ഒരു 15 മിനിറ്റ് അപ്പുറത്താണ് പോയി. അപകടത്തിൽ പരിക്കേറ്റ അഭിരാമിനെ നാട്ടുകാരാണ് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അഞ്ചൽ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. മൊബൈൽ ഫോണും പണവും അപഹരിച്ചവർ പിടിയിൽ. ശാസ്താംകോട്ട മുതുപിലാക്കാട് സ്വദേശി ഹരികുമാർ, താമരക്കുളം കണ്ണനാകുഴി സ്വദേശി വിനോദ് എന്നിവരാണ് പിടിയിലായത്. കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ മൈനാഗപ്പള്ളി സ്വദേശിയെ ഉപദ്രവിച്ച് പണവും ഫോണും അപഹരിച്ച കേസിലാണ് അറസ്റ്റ്. മൊബൈൽ ഫോണും പണവും അപഹരിച്ച കേസിലാണ് ശാസ്താംകോട്ട മുതുപിലക്കാട് ഹരിഭവനത്തിൽ ഹരികുമാർ, താമരക്കുളം കണ്ണനാങ്കുഴി ബിനു ഭവനത്തിൽ വിനോദ് എന്നിവർ പിടിയിലായത്. ജൂൺ 29 രാത്രിയിൽ കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ നിന്നിരുന്ന മൈനാഗപ്പള്ളി സ്വദേശിയെ ദേഹോപദ്രവം ചെയ്ത് കയ്യിലിരുന്ന പണവും മൊബൈൽ ഫോണും അപഹരിച്ച് പ്രതികൾ രക്ഷപ്പെടുകയായിരുന്നു. കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് 2 പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞത്. ഇരുവരെയും റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. തെരുവ് വിളക്കുകൾ പ്രകാശിപ്പിക്കാത്തതിൽ പ്രതിഷേധം. കോൺഗ്രസ് പഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പന്തം കൊളുത്തി പ്രതിഷേധിച്ചു. ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിലായിരുന്നു പ്രതിഷേധം. കോൺഗ്രസ് പാർട്ടി സിന്ദാബാദ്.
മിഴി തുറക്കാത്ത വിളക്കുകൾ, ഇരുട്ടിലായ തെരുവുകൾ, ആട്ടുകല്ലിന് കാറ്റുപിടിച്ചതുപോലെയുള്ള LDF ഭരണ നേതൃത്വം എന്ന മുദ്രാവാക്യമുയർത്തിയാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്തിലെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ഗ്രാമപഞ്ചായത്തിലെ തെരുവിളക്കുകൾ പ്രകാശിപ്പിക്കാത്തതിനെ തുടർന്ന് പന്തം കൊളുത്തിയാണ് പഞ്ചായത്ത് അംഗങ്ങൾ പ്രതിഷേധം സംഘടിപ്പിച്ചത്. UDF പാർലമെന്ററി പാർട്ടി മുൻ ചെയർമാൻ ഗോകുലം അനിൽ ഉദ്ഘാടനം ചെയ്തു. അത് താലൂക്ക് തലത്തിൽ എന്നുള്ളതല്ല, സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറി മുതൽ താലൂക്ക് കമ്മിറ്റിയുടെ സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും എല്ലാവർക്കും ഒരു അജണ്ട മാത്രമാണുള്ളത്. അവർ ഇതേപോലെയാണ് കേരളത്തിലെ അടുത്ത മൂന്നാമതും പിണറായി ഗവൺമെന്റ് വരുമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് PSC പോലും സ്വകാര്യവൽക്കരിച്ചത്. കാരണം PSCയില് എഴുതി കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ PSC പരീക്ഷ എഴുതി കഴിഞ്ഞാൽ പോലീസിലായാലും ഏത് ഡിപ്പാർട്ട്മെന്റിലായാലും PSCയെ പ്രൈവറ്റ്വൽക്കരിച്ചുകൊണ്ട് അവരുദ്ദേശിക്കുന്ന ആളുകളെ തിരികെ കയറ്റുന്ന ഒരു സംവിധാനം കേരള സംസ്ഥാനത്ത് മുഴുവനായി നടപ്പാക്കിയതിന്റെ ഫലമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 140 അസംബ്ലി മണ്ഡലങ്ങളിൽ 4-1 35 സീറ്റ് കൊണ്ട് LDF തൃപ്തിപ്പെടേണ്ടി വന്നത്. തുണ്ടിൽ നൌഷാദ്, അനിൽ പനപ്പെട്ടി, തസ്നി, നബീസത്ത, റിയാസ് പനപ്പെട്ടി, നിസാർ പള്ളിശ്ശേരിക്കൽ, സൈറസ് പോൾ, സ്റ്റാലിൻ എന്നിവർ പങ്കെടുത്തു. ഈ തെരുവിളപ്പ് മെയിൻ്റെനൻസ് നടത്തുന്ന വ്യക്തികളുടെ കോൺട്രാക്ട് കാലാവധി അവസാനിക്കുകയും മാർച്ച് 30-ന് ശേഷം ഈ 3 മാസമായണക്കെ അതിന് നടപടി സ്വീകരിക്കാതെ 3 മാസക്കാലമായി ഈ ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമപ്രദേശങ്ങളെ ഇരുട്ടിലാക്കി LDFന്റെ ഭരണ നേതൃത്വം എന്ന ക്യാപ്ഷനോടുകൂടിയാണ് ഞങ്ങൾ ഈ സമരം ഇവിടെ നടത്തുന്നത്. ഈ സമരം ഒരു സൂചനാ സമരമാണ്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ക്ഷേത്രത്തിൽ കാണിക്കവഞ്ചി കുത്തി തുറന്ന് മോഷണം. ഓച്ചിറ മഠത്തിൽ കാരായ്മ ആൽമാവ് ശിവക്ഷേത്രത്തിലാണ് മോഷണം നടന്നത്. കഴിഞ്ഞ പുലർച്ചെയായിരുന്നു മോഷണം. ഓച്ചിറ മഠത്തിൽ കാരായ്മ ആത്മാവ് മുക്കിലാണ് കഴിഞ്ഞ പുലർച്ചെ മോഷണം നടന്നത്. പുലർച്ചെ 1 മണിയോടെയാണ് ക്ഷേത്രത്തിലെ കാണിക്കവഞ്ചി കുത്തിത്തുറന്ന് പണം അപഹരിച്ചത്. കഴിഞ്ഞ ശിവരാത്രി നാളിലെ ഉത്സവത്തിന് ശേഷം കാണിക്കവഞ്ചി തുറന്നിട്ടില്ല. അതിനാൽ 25,000 രൂപയിലേറെ പണം ഇതിനകത്തുണ്ടാകുമെന്നാണ് ക്ഷേത്ര ഭാരവാഹികൾ പറയുന്നത്. ആത്മാവ് ശിവക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസം രാത്രി ഒരു 12 മണി സമയത്ത് ശിവക്ഷേത്രത്തിന്റെ ഫ്രണ്ട് വശത്തുള്ള കാണിക്ക കുത്തിപ്പൊളിച്ച് അതിനകത്തുള്ള 10-20,000 രൂപ മേളിലുള്ള തുക ആരോ മോഷ്ടിച്ചത് കൊണ്ടുപോയി. അത് രാവിലെ വിളക്കെത്തിക്കാൻ വന്ന സ്ത്രീ കണ്ടതാണ്. പിന്നെ ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ വിവരം അറിയിക്കുകയും പഞ്ചായത്ത് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റും എല്ലാം വന്ന് കണ്ട് പോയിട്ടുണ്ട്. മുണ്ടുടുത്ത് വെളുത്ത വസ്ത്രം ധരിച്ച ഒരാളാണ് കാണിക്കവഞ്ചി കുത്തി തുറന്നത്. CCTV ദൃശ്യങ്ങളിൽ ഇയാളുടെ മുഖം വ്യക്തമല്ല. ക്ഷേത്ര ഭരണസമിതിയുടെ പരാതിയിൽ ഓച്ചിറ പോലീസ് കേസെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയെ ജനറൽ ആശുപത്രിയായി ഉയർത്തണമെന്ന് ആവശ്യം. CR മഹേഷ് MLA സബ്മിഷനിലൂടെയാണ് ആവശ്യം ഉന്നയിച്ചത്. വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ഉന്നതതല യോഗം വിളിക്കുമെന്ന് മന്ത്രി K മുരളീധരൻ സബ്മിഷന് മറുപടി നൽകി. സുനാമി ദുരന്തം നടന്ന തീരപ്രദേശം ഉൾപ്പെടുന്ന താലൂക്ക് ആശുപത്രി, ടാങ്കർ ദുരന്തങ്ങളും മറ്റു വാഹന അപകടങ്ങളും അപകട മരണങ്ങളും ദിനംപ്രതി നടന്നുവരുന്ന ആശുപത്രി, എത്രയേറെ പഴക്കമുള്ള മേൽപ്പറഞ്ഞ വിഷയങ്ങളെല്ലാം നിലനിൽക്കുന്നതുമായ ആശുപത്രിയുടെ ശോചനീയാവസ്ഥ ഞാൻ ഈ സബ്മിഷനിലൂടെ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയെ ജനറൽ ആശുപത്രിയായി ഉയർത്തണമെന്നാവശ്യപ്പെട്ട് CR മഹേഷ് MLA നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചു. 23 ഡോക്ടർമാർ മാത്രമാണ് ആശുപത്രിയിലുള്ളത്. നിലവിലുള്ള ഡോക്ടർമാരിൽ പീഡിയാട്രിഷ്യൻ, നേത്രരോഗ വിദഗ്ധൻ, റേഡിയോളജിസ്റ്റ് തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുന്നു. MLA ഫണ്ടിൽ നിന്ന് അനുവദിച്ച ഡയാലിസിസ് മെഷീന്റെ പ്രവർത്തനം ആരംഭിക്കുന്ന മുറയ്ക്ക് 33 ഡയാലിസിസ് വരെ ഇവിടെ നടത്താനാകും. എന്നിട്ടും നെഫ്രോളജിസ്റ്റ് ഇല്ല. CT സ്കാൻ മെഷീൻ വാങ്ങാൻ തുകയുണ്ടായിട്ടും വർഷങ്ങളായി സർക്കാർ അനുവാദത്തിന് കാത്തിരിക്കുകയാണെന്ന് CR മഹേഷ് MLA സബ്മിഷനിലൂടെ ചൂണ്ടിക്കാട്ടി. ഇത്രയേറെ രോഗികൾ വരുന്ന ആശുപത്രിയിൽ ആകെ 23 ഡോക്ടർമാരുടെ സേവനമാണുള്ളത്. 2100-ഉം 23-ഉം തമ്മിലുള്ള അന്തരം പരിശോധിക്കണം. നിലവിലുള്ള ഡോക്ടർമാരിൽ തന്നെ പീഡിയാട്രീഷ്യൻ, നേത്രരോഗ വിദഗ്ധൻ, റേഡിയോളജിസ്റ്റ് ഇവരില്ല സാർ. ഇവരുടെ ഒഴിവ് ഇപ്പോഴും കിടക്കുകയാണ്. ഇവരെയും പോസ്റ്റ് ചെയ്തിട്ടില്ല ഇതുവരെയും. ഇവരെ അടിയന്തരമായി നിയമിക്കണം എന്നാവശ്യപ്പെടുകയാണ്. സാർ, MLA ഫണ്ടിൽ നിന്നും അനുവദിച്ച ഡയാലിസിസ് മെഷീന്റെ പ്രവർത്തനം ആരംഭിക്കുന്ന മുറയ്ക്ക്
33 ഡയാലിസിസ് നടക്കുന്ന താലൂക്ക് ആശുപത്രിയിൽ ഇതുവരെയും ഒരു നെഫ്രോളജിസ്റ്റ് ഇല്ല. CT സ്കാൻ മെഷീൻ വാങ്ങാൻ പൈസ ഉണ്ടായിട്ടും ഗവൺമെന്റിന്റെ അനുവാദത്തിന് കത്ത് നൽകി കാത്തിരിക്കുകയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികൾ ഉണ്ട് എന്ന് കണ്ടെത്തിയ കരുനാഗപ്പള്ളിയിൽ ഇതുവരെയും ഒരു ക്യാൻസർ ചികിത്സാ വിഭാഗം ആരംഭിക്കുവാൻ സാധിച്ചിട്ടില്ല. നിലവിലുള്ള രോഗികൾ തിരുവനന്തപുരത്തും RCC ഉൾപ്പെടെയുള്ള ദൂരെയുള്ള കേന്ദ്രങ്ങളെയാണ് ആശ്രയിക്കുന്നത്. പശ്ചാത്തല സൗകര്യം ഏറെയുള്ള കരുനാഗപ്പള്ളി ആശുപത്രിയിൽ ഒരു ക്യാൻസർ രോഗി വിഭാഗത്തിന്റെ സെന്റർ ആരംഭിച്ചാൽ ആ പ്രദേശത്തെ സാധാരണക്കാരായ ക്യാൻസർ രോഗികൾക്ക് ഏറെ ആശ്വാസകരമാണ് സാർ. കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ അധിക തസ്തിക അനുവദിക്കുന്നതും ജനറൽ ആശുപത്രിയായി ഉയർത്തുന്നതും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ഉന്നതതല യോഗം വിളിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ സബ്മിഷന് മറുപടി നൽകി. സേവന കേന്ദ്രങ്ങളുടെ പ്രവർത്തനക്ഷമത തുടങ്ങിയ ഘടകങ്ങൾ ഉൾപ്പെടുത്തി ഗ്യാപ്പ് അനാലിസിസ് നടത്തി വിശദമായ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഘട്ടം ഘട്ടമായി തസ്തിക സൃഷ്ടിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. കൂടാതെ ആശുപത്രിയിൽ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കെട്ടിട നിർമ്മാണത്തിന് 90 കോടി രൂപയുടെ ഭരണ അനുമതിയും 83.97 കോടി രൂപയുടെ പുതുക്കിയ സാമ്പത്തിക അനുമതിയും ലഭ്യമായിട്ടുണ്ട്. നിലവിലെ കെട്ടിടത്തിന്റെ മുകളിലെ 2 നിലകളുടെ വെർട്ടിക്കൽ എക്സ്പാൻഷൻ പൂർത്തിയായി. പ്രസ്തുത സ്ഥാപനത്തിലെ കിഫ്ബി നിർമ്മാണ പ്രവർത്തനങ്ങളുടെ 2ാം ഘട്ടം പുരോഗമിക്കുകയാണ്. ആയത് ലഭ്യമാവുന്ന മുറയ്ക്ക് കൂടുതൽ മെച്ചപ്പെട്ട ചികിത്സ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാൻ സാധിക്കും. മാഡം, അതിന് പുറമെ ബഹുമാനപ്പെട്ട MLA-യുടെ സാന്നിധ്യത്തിൽ അടുത്ത ദിവസം തന്നെ ഇത് സംബന്ധിച്ചൊരു യോഗം കൂടുന്നതാണ്. അതിനുശേഷം ഇതിന്റെ നടപടികൾ ത്വരിതപ്പെടുന്നതാണ്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. മൂർഖൻ പാമ്പിനെ പിടികൂടി. പുനലൂരിലാണ് ജനവാസ മേഖലയിൽ നിന്നും മൂർഖൻ പാമ്പിനെ പിടികൂടിയത്. കോമളം കുന്നിലേക്കുള്ള വഴിയിൽ തോടിനോട് ചേർന്നാണ് പാമ്പിനെ കണ്ടെത്തിയത്. 7 അടിയോളം നീളം വരുന്ന മൂർഖൻ പാമ്പിനെയാണ് ജനവാസ മേഖലയിൽ നിന്നും പിടികൂടിയത്. പുനലൂർ വെട്ടിപ്പുഴയിൽ വെൽഡിംഗ് വർക്ക്ഷോപ്പിന് സമീപം കോമളം കുന്നിലേക്കുള്ള വഴിയിലെ തോടിനോട് ചേർന്നാണ് പാമ്പിനെ കണ്ടത്. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയായിരുന്നു സംഭവം. സ്കൂൾ കുട്ടികളടക്കം നിരവധി ആളുകൾ കടന്നുപോകുന്ന പ്രധാന പാതയാണിത്. പാമ്പിനെ കണ്ടതോടെ പ്രദേശവാസികളും ആശങ്കയിലാണ്. എൻ്റെ നേർക്ക് നേര് ഇത് വരുന്ന കണ്ടുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് മാറിയപ്പോൾ എന്നെ കണ്ടുകൊണ്ട് അത് വെള്ളത്തിയെടുത്ത് ചാടി. ആ വെള്ളത്തിയെടുത്ത് ചാടിയപ്പോൾ ഞാൻ ആ പേടിച്ചു പോയി. ഞാനങ്ങനെ വേറെ എൻ്റെ സുഹൃത്തിനെ വിളിച്ച്, സുഹൃത്ത് വന്ന് 2 പേര് വന്ന് ആ പാമ്പിനെ എടുത്തത്. സത്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കാതെ വന്നായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും കടിച്ചാൽ. കുട്ടികളൊക്കെ വരുന്നത് കുഞ്ഞുങ്ങൾ എൻ്റെ മോളെ ഞാൻ വൈകുന്നേരം 4 മണിക്കും രാവിലെ 9 മണിക്ക് സ്കൂളിൽ കൊണ്ടുവിടുന്ന ഇതുവഴിയാണ്. പക്ഷേ എന്തായാലും ദൈവമെന്ന് പറഞ്ഞാൽ മതി, അത് ആ സമയത്ത് കണ്ടില്ല. പ്രത്യേകിച്ച് നടവഴിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നടക്കാൻ ഒരു വഴിയില്ല. പിന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലെ കൂടെ നീന്തി പോകാനേ പറ്റൂ, വഴി കാണാൻ പറ്റത്തില്ല. അത്രയ്ക്ക് മോശപ്പെട്ട രീതിയിൽ നടക്കുക. വഴിയിലൂടെ പോയ നാട്ടുകാരനാണ് പാമ്പിനെ ആദ്യം കണ്ടത്. ഉടൻ തന്നെ വിവരം വനം വകുപ്പ് അധികൃതരെ അറിയിക്കുകയായിരുന്നു. വനം വകുപ്പിന്റെ RRT വിഭാഗത്തിലെ സ്നേക് ക്യാച്ചർ ഹേമന്ത് എത്തിയാണ് പാമ്പിനെ പിടികൂടിയത്. ഇതിനെ ഉൾവനത്തിലേക്ക് തുറന്നുവിട്ടു. അതേ കണക്ക് ഇപ്പം നമ്മുടെ സുഹൃത്ത് സ്ഥലത്തിലായിരുന്നപ്പോൾ ഞാൻ വിളിച്ചപ്പോഴത്തേക്കൂടെ നമ്മുടെ സുഹൃത്തിന് അമ്മയ്ക്ക് സുഖമില്ലാത്ത ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ സ്പോട്ടി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് എനിക്കും വരാൻ പറ്റി. മൂർഖനായിരുന്നു, നല്ല സൈസുള്ള മൂർഖനായിരുന്നു. അപ്പോൾ ഇതിൽ RRTക്കകത്ത് വർക്ക് ചെയ്യുന്ന ഹേമന്താണ് വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ എന്നെയൊക്കെ സീനിലാണ് പുള്ളി. അവിടുത്തെ സ്നേക് ക്യാച്ചറാണ്, വൈൽഡ് ലൈഫിനകത്തെല്ലാം ഇതിനെ ക്യാച്ച് ചെയ്യുന്ന പുള്ളിയാണ് ഹേമന്ത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കേരള NGO സംഘ് കൊല്ലം ജില്ലാ കമ്മിറ്റി കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. ക്ഷാമബത്ത കുടിശ്ശിക നൽകുക, ലീവ് സറണ്ടർ പുനഃസ്ഥാപിക്കുക, മെഡിസെപ് കുറ്റമറ്റ രീതിയിൽ നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. ക്ഷാമബത്ത കുടിശ്ശിക നൽകുക, ലീവ് സറണ്ടർ പുനഃസ്ഥാപിക്കുക, മെഡിസെപ് കുറ്റമറ്റ രീതിയിൽ നടപ്പാക്കുക, സിറ്റി കോമ്പൻസേറ്ററി അലവൻസ്, സർവീസ് വെയിറ്റേജ്, ഫിറ്റ്മെന്റ് ബെനിഫിറ്റ് എന്നിവ പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് NGO സംഘത്തിന്റെ നേതൃത്വത്തിൽ കൊല്ലം ജില്ലാ കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തിയത്. സംസ്ഥാന സെക്രട്ടറി K രാധാകൃഷ്ണപിള്ള ധർണ ഉദ്ഘാടനം ചെയ്തു. സർവീസിലുള്ള ജീവനക്കാരെ മാത്രമല്ല, സർക്കാർ ജോലി സ്വപ്നം കാണുന്ന യുവതലമുറയെ കൂടി നിരാശപ്പെടുത്തുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ തുടരുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഈ ഗവൺമെന്റിനോട് നിരാശാജനകമായ ഒരു സമീപനമാണ് അവർക്കുണ്ടായിട്ടുള്ളത്. ഇന്ന് നമുക്കറിയാം, കേരളത്തിലെ അസംഘടിത മേഖലയിൽ തൊഴിലെടുക്കുന്ന ഒരു ജീവനക്കാരൻ പോലും ഏറ്റവും കുറഞ്ഞത് 1000 രൂപ ശമ്പളം വാങ്ങുമ്പോൾ രാവന്തിയോളം ഉറക്കമുളച്ചിരുന്ന് പഠിച്ച് അവന് ഒരു ജോലിക്ക് വേണ്ടിയുള്ള യോഗ്യത നേടിയതിനു ശേഷം കേരളത്തിലെ PSCയുടെ മത്സര പരീക്ഷയിൽ പാസ്സായി മുൻനിരയിലുള്ള റാങ്കുകളിൽ എത്തിച്ചേർന്ന് ഒരു ജോലി സമ്പാദിക്കുന്ന ഒരു ക്ലറിക്കൽ ജീവനക്കാരന് പോലും
വെറും 883 രൂപ ശമ്പളമാണ് കേരളത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങൾ മനസ്സിലാക്കണം, കേരളത്തിൽ അസംഘടിത മേഖലയിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികൾക്ക് പോലും 1000 രൂപ ദിവസ വേതനം ലഭിക്കുമ്പോൾ ഇവിടുത്തെ ക്ലറിക്കൽ ജോലി ചെയ്യുന്ന ഒരു സാധാരണ ജീവനക്കാരന് ലഭിക്കുന്നത് വെറും 883 രൂപയാണ്. ആ സമയത്താണ് കേരളത്തിലെ ഈ സർക്കാർ ജീവനക്കാരുടെ 2024 മുതൽ ലഭ്യമാകേണ്ട ആ ശമ്പള പരിഷ്കരണം അട്ടിമറിച്ചുകൊണ്ട് കേരളത്തിൽ പിണറായി ഗവൺമെന്റ് കഴിഞ്ഞ 10 വർഷമായിട്ട് ജീവനക്കാരെ ദ്രോഹിച്ചത് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാതെ തന്നെ ഈ കേരളത്തിലെ ജീവനക്കാർക്കും അതുപോലെ തന്നെ പൊതുസമൂഹത്തിനും വളരെ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. കേരള NGO സംഘ ജില്ലാ പ്രസിഡന്റ് പി മനേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ആർ പ്രദീപ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. NGO സംഘ വനിതാ വിഭാഗം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി NV ശ്രീകല, പെൻഷനേഴ്സ് സംഘ ജില്ലാ പ്രസിഡന്റ് വേണുഗോപാലക്കുറുപ്പ്, NGO സംഘ ജില്ലാ സെക്രട്ടറി B ആനന്ദ, വൈസ് പ്രസിഡന്റ് ബിജുകുമാർ S, സുജിത് കുമാർ S, അനിരുദ്ധൻ കോട്ടാത്തല, അജീഷ് ബാബു എന്നിവർ പങ്കെടുത്തു. ജില്ലാ കളക്ടർക്ക് നിവേദനവും നൽകി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. മോട്ടോർ വ്യവസായത്തെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കൊല്ലം ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തും. കോൺഫെഡറേഷൻ ഓഫ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് CITU-വിന്റെ നേതൃത്വത്തിലാണ് മാർച്ചും ധർണയും നടത്തുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാർ നയങ്ങൾ മോട്ടോർ മേഖലയെ തകർക്കുകയാണെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നയവും കാരണം തകർന്നടിഞ്ഞ മോട്ടോർ വ്യവസായത്തെ സംരക്ഷിക്കാൻ അടിയന്തര നടപടി ആവശ്യപ്പെട്ടാണ് കോൺഫെഡറേഷൻ ഓഫ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് CITU-വിന്റെ നേതൃത്വത്തിൽ മോട്ടോർ തൊഴിലാളികൾ കൊല്ലം ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തുന്നത്. ജൂലൈ 7 നടത്തുന്ന മാർച്ച് CITU ജില്ലാ സെക്രട്ടറി S ജയമോഹൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഓട്ടോ ടാക്സി നിരക്കുകൾ പുതുക്കി നിശ്ചയിക്കുക, ചരക്ക് കടത്തുവാടക വർദ്ധിപ്പിച്ച് ഏകീകരിച്ച് നടപ്പാക്കുന്നതിനുള്ള LDF സർക്കാരിന്റെ അന്തിമ റിപ്പോർട്ട് നടപ്പാക്കുക, ഫെയർ വേജസ് കമ്മിറ്റി നൽകിയ റിപ്പോർട്ട് നടപ്പിലാക്കുക, മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി പദ്ധതി തകർക്കാനുള്ള നിലപാടുകൾ അവസാനിപ്പിക്കുക, KSRTC ജീവനക്കാരെ സ്ഥലം മാറ്റി ശിക്ഷിക്കുന്ന മാനേജ്മെന്റ് നടപടി അവസാനിപ്പിക്കുക, ടിപ്പർ ലോറികളുടെ സ്കൂൾ സമയ നിയന്ത്രണം 1 മണിക്കൂറായി ഏകീകരിക്കുക, ഡ്രൈവിംഗ് സ്കൂൾ ജീവനക്കാർക്കെതിരെയുള്ള ഉദ്യോഗസ്ഥ പീഡനം അവസാനിപ്പിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തുന്നത്. മാർച്ചിൽ എല്ലാ വിഭാഗം തൊഴിലാളികളുടെയും സഹകരണം CITU നേതാക്കൾ അഭ്യർത്ഥിച്ചു. വാർത്താ സമ്മേളനത്തിൽ K സേതുമാധവൻ, MS മുരളി, K അനിൽകുമാർ, E ദിലീപ് എന്നിവർ പങ്കെടുത്തു. നമ്മുടെ രാജ്യത്ത് പെട്രോളിന്റെ ഡീസലിന്റെ വില കുറയ്ക്കാൻ പെട്രോളിയം കമ്പനികൾ കേന്ദ്ര ഗവൺമെന്റ് സന്നദ്ധമായിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ഓട്ടോ ടാക്സി മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ ഈ മാസം കഴിഞ്ഞ മാസം സമര പരിപാടികൾ ആരംഭിച്ചിരുന്നു. അപ്പോൾ പൊതുഗതാഗത മേഖല എന്ന നിലയിൽ ഓട്ടോ ടാക്സി മേഖലയിലെ നിരക്ക് നിശ്ചയിച്ചിട്ട് ഇപ്പോൾ 4 വർഷം പിന്നിടുകയാണ്. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ ഓട്ടോ ടാക്സി നിരക്ക് പുതുക്കി നിശ്ചയിക്കണം എന്നുള്ള ആവശ്യമാണ് ആ മേഖലയിൽ ഉന്നയിക്കുന്നത്. അതൊരു പൊതു സെക്ടറിൽ വർക്ക് ചെയ്യുന്ന മേഖല എന്ന നിലയിൽ ഈ പെട്രോളിന്റെ ഡീസലിന് സബ്സിഡി നിരക്കിൽ ആ മേഖലയിലെ തൊഴിലാളികൾക്ക് കൊടുക്കാൻ ഗവൺമെന്റ് സന്നദ്ധമാകണം എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഒരു ഡിമാൻഡ്. അതിൽ ഈ ചരക്ക് കടത്തുമായി ബന്ധപ്പെട്ട മേഖലയെ സംബന്ധിച്ച് അതിന്റെ വാടക വർദ്ധിപ്പിച്ച് ഏകീകരിക്കുന്നത് സംബന്ധിച്ച് കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കമ്മീഷൻ നിശ്ചയിക്കുകയും ആ കമ്മീഷന്റെ റിപ്പോർട്ട് ഗവൺമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നടപ്പിലാക്കണം എന്നുള്ളതാണ് ആ മേഖലയുമായി ബന്ധപ്പെട്ടൊരു കാര്യം. അതുപോലെ തന്നെ ഈ ഫെയർ വേജ് പുതുക്കി നിശ്ചയിക്കുന്ന അതുമായി ബന്ധപ്പെട്ട ഫെയർ വേജ് കമ്മിറ്റി നൽകിയ റിപ്പോർട്ട് നടപ്പിൽ എന്നുള്ളതാണ്. തൊഴിലാളി മേഖലയുമായി ബന്ധപ്പെട്ട് മോട്ടോർ ക്ഷേമനിധി ബോർഡ് വളരെ ഫലപ്രദമായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന ക്ഷേമനിധി ബോർഡാണ്. ആ ക്ഷേമനിധി ബോർഡ് ഇന്നിപ്പോൾ തൊഴിലാളികൾക്ക് വല്ലാതെ പ്രയാസം ഉണ്ടാക്കുന്ന നിലയിലുള്ള പല തീരുമാനങ്ങൾ ഉണ്ടാവുകയാണ്. അപ്പോൾ ബോർഡിനെ സംരക്ഷിക്കാനുള്ള ശക്തമായ നിലപാട് സ്വീകരിക്കണം എന്നുള്ളതാണ്. KSRTC മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ മാനേജ്മെന്റ് ജീവനക്കാരെ സ്ഥലം മാറ്റുന്ന ഉൾപ്പെടെയുള്ള പല നടപടികൾ സ്വീകരിക്കുകയാണ്. അതിനെതിരെ ആ മേഖലയിലെ തൊഴിലാളികൾക്ക് സമരരംഗത്താണ് നിൽക്കുന്നത്. KSRTC വ്യവസായം തന്നെ വലിയ പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ സ്ത്രീകൾക്ക് സൗജന്യമായിട്ടുള്ള നിരക്ക് നിശ്ചയിക്കുന്ന സൗജന്യ യാത്ര നിശ്ചയിച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് KSRTCക്ക് 3 കോടി രൂപ വീതം ഗവൺമെന്റ് സഹായം നൽകുന്ന സൗകര്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. വ്യവസായം പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും.
അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ അച്ഛൻ കോവിലിലെ ആദിവാസി ഊരുകൾ. കുടിവെള്ളവും വെളിച്ചവും ഇല്ല. കാട്ടുമൃഗഭീതിയും അവസാനിക്കുന്നില്ല. തെരുവുവിളക്കിൽ പ്രകാശിക്കുന്നില്ല. കോൺഗ്രസ് പഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രതിഷേധം. ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിലായിരുന്നു പ്രതിഷേധം. കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയെ ജനറൽ ആശുപത്രിയായി ഉയർത്തണമെന്ന് ആവശ്യം. സബ്മിഷനുമായി CR മഹേഷ് MLA. ഉന്നതതല യോഗം വിളിക്കുമെന്ന് മന്ത്രി K മുരളീധരൻ. കേരള NGO സംഘ് കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. ക്ഷാമബത്ത കുടിശ്ശിക നൽകുക, ലീവ് സറണ്ടർ പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.